ரொம்ப சந்தோஷம். நீங்க 2 பேரும் ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വീഡിയോ ബിഗ് ബോസ് സീസൺ 9നെ കുറിച്ചാണ്. തമിഴ് ബിഗ് ബോസ് 9 ആണ് ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. സീസൺ 9 ഇപ്പോൾ 90-92 ദിവസത്തോളമായി. 90 ദിവസത്തോളം ഈ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോയ 2 പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും റെഡ് കാർഡ് വാങ്ങി പുറത്തു പോയിരിക്കുന്നത്. ഈ റെഡ് കാർഡ് കിട്ടാനുള്ള കാരണം എന്താണെന്നും ഈ റെഡ് കാർഡ് കിട്ടിയത് കൊണ്ടുള്ള ഇവർക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. അത് പാറുവാണ്, പാർവതിക്ക് റെഡ് കാർഡ് കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പാർവതിയുടെ ഡേർട്ടി ഗെയിം തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാം. അതിൻ്റെ ആഘോഷ പ്രകടനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ കണ്ടത്. എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ ഫാമിലി ഓഡിയൻസും ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ്. അത്തരത്തിലാണ് അവർ ഭയങ്കര ആഘോഷമാണ്. ഇവർ പുറത്തായി ഇപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് റെഡ് കാർഡ് ഇവർക്ക് കൊടുക്കുന്നത്. ഒരുപക്ഷെ എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, നമ്മളും പറയാറുണ്ട് റെഡ് കാർഡ് കൊടുക്കുന്നത്. എന്താണ് ഈ റെഡ് കാർഡ് എന്ന് അറിയാമോ? ബിഗ് ബോസ് ഷോയുടെ ഉള്ളിൽ വന്നിട്ട് മാത്രമല്ലാട്ട് ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, പുറത്തിറങ്ങിയിട്ട് ഇവരുടെ കരിയർ മൊത്തം നശിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള പണിയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. 9ന്റെ പണി വേണമെങ്കിൽ പറയേണ്ടി വരും. അത്തരത്തിലാണ് തമിഴ് ബിഗ് ബോസ് സീസൺ 9 കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 9 തമിഴ് കൊണ്ടുപോയത് പാറുവും കമറുദ്ദീനുമാണ്. അവർക്കറിയാം എന്തൊക്കെ വ്യക്തമായി കാണിച്ചാലാണ് പ്രേക്ഷകർ തങ്ങളെ പിടിച്ചു നിർത്തുള്ളൂ. കപ്പ് കിട്ടില്ലെന്നും ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് തങ്ങൾക്ക് ഉണ്ടാകില്ലെന്നും 100% ഉറപ്പുണ്ടായിട്ടും അവർ അത്തരത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം മണി തന്നെയാണ്, പൈസ തന്നെയാണ്, അല്ലേ? എന്നാൽ റെഡ് കാർഡ് കിട്ടി വിജയ് സേതുപതി ഇവരുടെ നേർക്ക് റെഡ് കാർഡ് ചൂണ്ടിക്കാട്ടിയ സമയത്ത് അവിടെയുള്ള ഓഡിയൻസിന്റെ സന്തോഷം കണ്ടോ, അവർ കൈയടിക്കുന്ന കണ്ടോ? അതെന്തുകൊണ്ടാന്ന് പറയാം, അത്രത്തോളം അവർ വെറുപ്പിച്ചിട്ടുണ്ട് ഇവരൊക്കെ, പ്രേക്ഷകരെയൊക്കെ അത്രത്തോളം വെറുപ്പിച്ചിട്ടുള്ള ഒരു കളിയാണ്. നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഗെയിം വേണമെങ്കിലും കളിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും കളിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മൾ എന്ത് കളി കളിച്ചാലും നമ്മൾ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് വേണം കളിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കമറുദ്ദീന് കിട്ടിയ പോലെ പണിയാണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിഗ് ബോസ് വീടിനകത്തുള്ള നഷ്ടങ്ങൾ മാത്രമല്ല, പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കമറുദ്ദീൻ സീരിയലിലൊക്കെ. ഇപ്പോൾ കറന്റ്ലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിൽ നിന്നും കമറുദ്ദീനെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി പുതിയ പ്രോജക്ട്സുകൾ കിട്ടാനുള്ള ഒരു സാധ്യത പോലും ഇല്ല. അതായത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മെച്ചം വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്നത്. പലർക്ക് പൈസ ആയിരിക്കാം, പലർക്ക് ഫെയിം ആയിരിക്കാം, അങ്ങനെ പലതും എക്സ്പെക്ട് ചെയ്തിട്ടാണ് എല്ലാവരും ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്നത്. അപ്പം ഇതൊന്നും കിട്ടുക മാത്രമല്ല, ഉള്ളതും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കമറുദ്ദീൻ വീടിനകത്ത് പുറത്തിറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാർവതിയെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല, ആൾക്ക് ഇതൊക്കെ ഓക്കെ എന്നുള്ളൊരു മൈൻഡ്. പുള്ളിയുടെ ഫാമിലി അത്തരത്തിൽ തന്നെയാണ്. ഇപ്പം വിജയ് സേതുപതി ഓൾറെഡി പറഞ്ഞു, പാറുവിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കമറുദ്ദീൻ്റെ ഫാമിലി അങ്ങനെയല്ല. എന്ത് ചെയ്യാനാ, റെഡ് കാർഡ് ചൂണ്ടിക്കാട്ടി. റെഡ് കാർഡിലൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത്? ബിഗ് ബോസിലെ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടാവും, റീജോയിനിങ് ഉണ്ടാകും, അവരുടെ ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിലൊന്നും ഇവർക്ക് 2 പേർക്കും പങ്കെടുക്കാൻ പറ്റില്ല. പോട്ടെ, സാരില്ല, പങ്കെടുക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ബിഗ് ബോസിന്റെ ഫെയിം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇവര് 90 ദിവസം ഇത്ര ഡേർട്ടി ഗെയിം കളിച്ചതിന് വേണ്ടിയിട്ടാ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ. ആ പൈസയും കിട്ടില്ല. 100 ദിവസം, 90 ദിവസം നിന്ന ഒരു എമൗണ്ട്, അവരുടെ ഡെയിലി സാലറി, അവരുടെ വേജസ് അല്ലെങ്കിൽ സാലറി, ആ എമൗണ്ട് അവർക്ക് കിട്ടില്ല. അതാണ് റെഡ് കാർഡ് കിട്ടിയാലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ സീസണിലും റെഡ് കാർഡ് കൊടുക്കും വാണിംഗ് ആണ് നമ്മുടെ കയ്യിൽ പലപ്പോഴും ലാലേട്ടൻ കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസിലേക്ക് പോകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക, റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, റെഡ് കാർഡ് കിട്ടുന്ന തരത്തിലുള്ള കളികളാണ് നിങ്ങൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെഡ് കാർഡ് വാങ്ങി തിരിച്ച് വീടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റും കിട്ടില്ല, ബിഗ് ബോസിൻ്റെ ഫെയിം യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ റീജോയിനിങ്ങോ ഗ്രാൻഡ് ഫിനാലെയോ അതിലും സംബന്ധമായിട്ടുള്ള ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടില്ല. അതായത് നിങ്ങൾ ബിഗ് സീറോയുടെ മൈനസിലേക്ക് വരും. ബിഗ് സീറോ എന്ന് പറയാൻ പറ്റില്ല, മൈനസിലേക്ക് പോയിട്ട് നിങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് ദേഷ്യമൊക്കെ വരും.
മനുഷ്യരാണ്, ദേഷ്യമൊക്കെ വരും. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രവൃത്തിയാണെങ്കിലും നമ്മുടെ വായിൽ നാവാണെങ്കിലും സൂക്ഷിച്ച് കണ്ടു വേണം ഉപയോഗിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുക. എനിക്ക് തോന്നുന്നു, ഞാൻ ആ ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ പാറുവിനാണെങ്കിലും കമറുദ്ദീനാണെങ്കിലും സാൻഡ്ര അടുത്ത് പോയി ഒന്ന് സംസാരിച്ച ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരുങ്ങാമായിരുന്നു. പക്ഷെ സാൻഡ്ര അവിടെ ഇവരെ കാണുമ്പോൾ തന്നെ പേടിച്ച് വരച്ച് കരയുന്ന ഒരു സംഭവമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരടുത്ത് പോകാൻ പറ്റില്ല. എങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവർ ട്രൈ ചെയ്തിട്ടില്ല. ഒന്നും കൂടി പ്രൊവോക്ക് ആക്കുക, കുറ്റം പറയുക, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പാറു ഒപ്പിച്ച പണി ഉണ്ടല്ലോ. പാറു ഓൾറെഡി സാൻഡ്ര അടുത്ത് കമറുദ്ദീനെ കുറിച്ചും കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ അവൻ്റെ ലൈഫ് വരെ, അതായത് കമറുദ്ദീൻ്റെ ലൈഫ് വരെ സ്പോയിൽ ആവുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് സാൻഡ്രയ്ക്കെതിരായിട്ട് കമറുവിൻ്റെ കൂടെ നിന്നിട്ട് കളിച്ചത്. അവിടെയും പറയും ഇവിടെയും പറയും, പലതരത്തിലുള്ള ഒരു ഡേർട്ടി ഗെയിമാണ് പാറു കളിച്ചത്. അതിൻ്റെ കൂടെ നിന്നത് കമറുദ്ദീനെ പലർക്കും ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ, പെട്ടുപോയി. പക്ഷേ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വീടിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആരുമായിട്ട് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടാം. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവരെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു പോരേണ്ടി വരും. ഇപ്പോൾ കമറുദ്ദീൻ നല്ലൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ചാൻസും പോയി. സീരിയലിൽ ഇനി കമറുദ്ദീന് വേണ്ട അല്ലേ. ഒരു മനുഷ്യപ്പെറ്റില്ലാതെ പെരുമാറുന്ന ടാസ്കിന് വേണ്ടിയിട്ട്, ആ ടാസ്ക് വിജയിച്ചാൽ പോലും അവർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടാൻ പോകുന്നില്ല. എന്നിട്ടും ആ ടാസ്കിന് വേണ്ടി ഇത്രയ്ക്ക് ഡേർട്ടി ഗെയിം കളിച്ച ആ ഗെയിമാണ്, എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ മനോഭാവത്തോടു കൂടി നിൽക്കുന്നവരെ ആരാണ് അവർക്കൊരു മാനുഷിക പരിഗണന കൊടുത്ത് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? ആരുമില്ല. ഇപ്പോൾ 90 ദിവസം ലൈഫിൽ നിന്ന് പോയി മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാക്കി. അങ്ങനെയാണ് രണ്ടാൾക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും ഈ വിടവാങ്ങൽ, വീട്ടിൽ നിന്നും പുറത്താക്കൽ, അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകരും. വിജയ് സേതുപതിയോട് പോലും സംസാരിക്കാൻ അവർക്ക് പറ്റിയില്ല. സംസാരിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാം. വായിലിരിക്കുന്ന മൊത്തം കേട്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനൊക്കെ നോക്കി. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. വെറുക്കപ്പെട്ടവരായ പോലെ രണ്ടുപേരും പോയി. എനിക്ക് തോന്നുന്നു ഒരു സീസണും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരിക്കലും പാറുവിനെയും കമറുദ്ദീനെയും മറക്കില്ല. ആ ഒരു പേരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളമൊക്കെ എത്ര ബെറ്ററാ. ഇതേപോലെ ഒരു സംഭവം നമ്മുടെ സീസണിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ 6 7 കേട്ടോ, സീസൺ 6 ജാസ്മിൻ ഗബ്രി. അത് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ രണ്ടാളോടൊക്കെ പിരിഞ്ഞ് എന്തായിരുന്നു, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, ട്രിപ്പ് പോയി വരുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടിരുന്നു, ഇവിടെ താമസിക്കുന്നു, അവിടെ താമസിക്കുന്നു, ഇന്ന ഹോട്ടൽ അടിപൊളി, എന്തൊക്കെയായിരുന്നു. ഇതേപോലെയുള്ള രണ്ടെണ്ണങ്ങളാണത്. പക്ഷെ പാറുവിൻ്റെ കമറുദ്ദീൻ്റെ അത്രത്തോളം എത്തിയിട്ടില്ല. എന്നാലും ഇതൊക്കെ തന്നെയാണ്. ഫ്രണ്ട്സ് ആണോ? അല്ല. ലവറാണോ? അല്ല. ഫ്രണ്ട്സിൻ്റെയും ലവറിൻ്റെയും ഇടയിൽ മോർ ദാൻ ഫ്രണ്ട്. ഇതേ ഡയലോഗ് തന്നെയാണ് പാറുവും പറയുന്നത്. മോർ ദാൻ ഫ്രണ്ട്. എന്താണ് ഈ മോർ ദാൻ ഫ്രണ്ട് എന്ന്? പിന്നെ ലവറാണോ ഹസ്ബൻഡാണോ എന്നൊക്കെ പറയണ്ടേ? മോർ ദാൻ ഫ്രണ്ട്. ഇപ്പോൾ കുറേ എണ്ണങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, മോർ ദാൻ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാവുമ്പോൾ അവന് എന്തോ നടക്കുമല്ലോ. മോർ ദാൻ ഫ്രണ്ടുമായിട്ട് ജാസ്മിനും പിരിഞ്ഞു. ഇപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട്, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ലൈഫ് നശിപ്പിക്കുക എന്ന് കമറുദ്ദീനാണെങ്കിൽ അന്ന് ഗബ്രി ആയിരുന്നു. ഗബ്രി അത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. മനസ്സിലാക്കിയതൊക്കെ കൊണ്ടായിരിക്കാം ഗബ്രി ഇപ്പോൾ ജാസ്മിനെ വിട്ട് സ്വന്തം ജീവിതം നോക്കി പോയത്. എന്ത് വന്നാലും നഷ്ടം ആർക്കാ? ജാസ്മിന് തന്നെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചീത്തപ്പേര് ജാസ്മിനുണ്ട്. ഇനി അതങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കാലത്ത് അങ്ങോട്ട് പെട്ടെന്ന് ആ ചീത്തപ്പേരൊക്കെ ഒന്ന് മാറുന്നത്. ഇപ്പോൾ വേറെ കുറേ പേരെ അങ്ങോട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ജാസ്മിൻ്റെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ ജാസ്മിൻ്റെ ഓരോ ലവേഴ്സിനെ കുറിച്ച്, അതായത് ജാസ്മിനെ തേച്ചതോ ഫ്ലോപ്പ് ആയിട്ടുള്ള ഓരോ ലവ് സ്റ്റോറിയാണ് എനിക്ക് കമൻ്റായിട്ട് മെസ്സേജായിട്ടും വരുന്നത്. ഇന്നാളെന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ എണ്ണ കയ്യിൽ വിരലെടുക്കാനില്ലാത്തത്ര രീതിയിലുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പുതിയ ആൾക്കാരെ കൊണ്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും അവനവൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് അവനവന് തന്നെ തീരുമാനിക്കാം. ഇവർക്കൊക്കെ എങ്ങനെ ജീവിച്ച് തീർക്കാനായിരിക്കും താല്പര്യം. ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഷോയിലേക്ക് വന്നുകൊണ്ടും ഇവരെ കാട്ടിക്കൂട്ടുന്ന എന്ത് തെമ്മാടിത്തരോ ആണെങ്കിലും അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ എന്തിനും ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവരോടുള്ള മറുപടിയാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ആർക്കൊന്നും റെഡ് കാർഡൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. ഒരു ഷോയിൽ റീ എൻട്രി ഉണ്ടാവില്ല, ഗ്രാൻഡ് ഫിനാലയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഒരു ഷോസിലും ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് ഓരോ ദിവസവും നിന്നിട്ടുള്ള അതിൻ്റെ സാലറിയും നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെയാണ് റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാലുള്ള നഷ്ടങ്ങൾ. ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാന്യം മര്യാദയായിട്ട് കളിക്കുക. എന്ന് കരുതി നന്മമരല്ല, അത്യാവശ്യം കണ്ടന്റ് കാര്യങ്ങളൊക്കെ തന്നാലേ ഷോ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കണ്ടന്റ് തരുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ടിനെ കൂടി ഒന്ന് നോക്കിയും കണ്ടും വേണം തിരഞ്ഞെടുക്കാൻ. ദേഷ്യം വരും. വാവിട്ട വാക്ക് പറഞ്ഞാലും കൈവിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർന്നു.
ഒരു പാറുവും കമറുദ്ദീനും നമ്മുടെ സീസണിൽ ഉണ്ടാവാതിരിക്കട്ടെ. എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.